ഹായ് ഹലോ, ഇന്നൊരു റാഗി കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. റാഗിപ്പൊടിയും ഏത്തപ്പഴവും ഒക്കെ ചേർത്തിട്ടാണ്. 2-3 പഴുത്ത ഏത്തപ്പഴം എടുക്കണം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നാളികേരം തിരികിയത്, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ശർക്കര ഒക്കെയാണ് വേണ്ടത്. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യിൽ ഈ ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് നല്ലത്. ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് നുറുക്കിയതാണ്, അതും കൂടി ഇടാം. കുറച്ച് ഏലക്ക പൊടിച്ചതാണ്, ഒരു 6-7 ഏലക്ക എടുത്ത് ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർക്കാം. അതും നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് നാളികേരം തിരികിയത്, 1 മുറി നാളികേരം തിരികിയതാണ് എടുത്തത്, അതും കൂടി ഇട്ട് വഴറ്റാം. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. അതെല്ലാം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴക്കൂട്ടിടാം. ചൂടോടുകൂടിയാണ് ഇട്ടിരിക്കുന്നത്. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തണുക്കുമ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനി അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് വെച്ചു. ഇനി അത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നന്നായി മധുരം വേണ്ടവർക്ക് ഇത്രയും ശർക്കര ഉപയോഗിക്കാം. പഴത്തിനും ഓൾറെഡി മധുരമുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളപ്പിക്കാം. ആവി വരുമ്പോൾ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. റാഗിപ്പൊടിയും ശർക്കരയും ഏത്തയ്ക്കയും എല്ലാം കൂടി നല്ല ടേസ്റ്റുള്ള ഒരു കൊഴുക്കട്ടയാണ്. നല്ല സോഫ്റ്റാണ് ഇത്. ഇരുപത് മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ കൊഴുക്കട്ട റെഡിയായി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.